ഇറാനും യുഎസും തമ്മിലുള്ള സംഘർഷം പുതിയ തലത്തിലേക്ക് നീങ്ങുമെന്ന ആശങ്കകൾക്കിടെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നിർണായക കൂടിക്കാഴ്ചയ്ക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇറാനെതിരെ നടത്തിയ ആക്രമണത്തിന് ശേഷം ആദ്യമായാണ് ഇരുവരും യോഗത്തിൽ പങ്കെടുക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ലോകം ആശങ്കയോടെയാണ് ഉറ്റുനോക്കുന്നത്. ഇറാനും യുഎസും തമ്മിലുള്ള സംഘർഷം പുതിയ തലത്തിലേക്ക് നീങ്ങുമെന്ന ആശങ്കകൾക്കിടെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നിർണായക കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. നാറ്റോ ഉച്ചകോടിയിൽ നിന്ന് ട്രംപ് തിരിച്ചെത്തിയതിനു പിന്നാലെയായിരിക്കും കൂടിക്കാഴ്ചയുണ്ടാവുക. ജൂലൈ 7-8 തീയതികളിലാണ് കൂടിക്കാഴ്ച എന്ന വിവരം കൂടിയുണ്ട്. നെതന്യാഹുമായി നല്ല ബന്ധമാണെന്നും ആരാണ് ബോസ് എന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമെന്നുമാണ് ഇതേക്കുറിച്ചുള്ള ചോദ്യത്തിന് ട്രംപിന്റെ മറുപടി. ഇറാനെതിരെ നടത്തിയ സംയുക്ത ആക്രമണത്തിന് ശേഷം ഇരുവരും നടത്തുന്ന യോഗം ലോകം ആശങ്കയോടെയാണ് ഉറ്റുനോക്കുന്നതും. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇരുവരും നടത്തിയ യോഗത്തിലാണ് നെതന്യാഹു ഇറാൻ ആക്രമണത്തിന്റെ പ്ലാൻ അവതരിപ്പിച്ചത്. എന്നാൽ യുദ്ധത്തിന് ശേഷം ഇരു നേതാക്കളും തമ്മിലുള്ള ബന്ധം അത്ര നല്ലതല്ല. ഇറാൻ വിഷയത്തിൽ നെതന്യാഹുവിന്റെ കണക്കുകൂട്ടലുകൾ പിഴച്ചുവെന്നാണ് ട്രംപ് ഭരണകൂടത്തിലെ പലരും കരുതുന്നത്. ട്രംപിന്റെ സമാധാന ശ്രമങ്ങൾക്ക് വിരുദ്ധമായി ലെബനനിൽ ആക്രമണം തുടരുന്ന നെതന്യാഹുവിനെ ട്രംപ് ഭ്രാന്തനെന്നും വിളിച്ചിരുന്നു. നെതന്യാഹു വിസമ്മതിച്ചിട്ടും ട്രംപ് ഇറാനുമായി സമാധാനത്തിന് തയ്യാറായതും നിർണായകമാണ്. എന്നാൽ അടുത്ത യോഗത്തിൽ ഇരുവരും എന്താണ് ചർച്ച ചെയ്യുന്നതെന്നാണ് വ്യക്തമല്ലാത്തത്. അതിനിടെ നിലവിലെ 60 ദിവസത്തെ സമാധാന കരാർ കഴിഞ്ഞാൽ ഒമാനുമായി ചേർന്ന ഹോർമുസ് കടലിടുക്കിൽ ടോൾ പിരിക്കുമെന്നുറപ്പിച്ചാണ് ഇറാന്റെ നീക്കം. കഴിഞ്ഞ ദിവസം ചൈനയിലെ ഇറാൻ അംബാസഡർ അബ്ദുൾ റസാ റഹ്മാനി ഫാസലാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. എന്നാൽ സൗഹൃദ രാജ്യങ്ങൾക്ക് ഇക്കാര്യത്തിൽ ചില ഇളവുകൾ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. കടലിടുക്കിന്റെ സുരക്ഷയും കപ്പലുകളുടെ നീക്കവും കൈകാര്യം ചെയ്യുന്നതിനുള്ള ചിലവ് ഇനത്തിലാണ് ഈ തുക പിരിക്കുന്നതെന്നും ഇത് ഇറാന്റെ അവകാശമാണെന്നുമാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. എന്നാൽ ലോകത്തിന്റെ 1/5 ക്രൂഡ് ഓയിലും കടന്നുപോകുന്ന ഹോർമുസിലെ ടോൾ പിരിവ് വ്യാപാര രംഗത്ത് തിരിച്ചടിയാണ്. ടോൾ പിരിവ് കപ്പലുകളുടെ ഗതാഗത ചിലവ് വർദ്ധിപ്പിക്കും. ഇത് വിലക്കയറ്റത്തിനിടയാക്കുമെന്നും ആശങ്കയുണ്ട്. ഇറാന്റെ നീക്കം യുഎസ് അംഗീകരിക്കാനും ഇടയില്ല. ഇത് സമാധാന ശ്രമങ്ങൾക്കും വലിയ തിരിച്ചടി തന്നെയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.